അപ്പോൾ കേരളത്തിലെ ആപ്പിൾ പ്രേമികളുടെ, അതായത് ആപ്പിളിൻ്റെ ഗാഡ്ജറ്റ്സുകളും ആപ്പിളിൻ്റെ ഐഫോണും കാര്യങ്ങളൊക്കെ ഓൺ ചെയ്യുന്ന ആളുകളുടെയൊക്കെ വീടുകളിലെ സ്വീകരണ മുറികളിൽ ഇപ്പം കണ്ടുവന്നുകൊണ്ടിരിക്കുന്ന ഒരു ട്രെൻഡാണ് ആപ്പിൾ TV എന്നുള്ളത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷം വരെ ആപ്പിൾ കൊണ്ടുവന്ന ആപ്പിൾ TVകളുടെയൊക്കെ വില ഈ ഒരു 2022 ആപ്പിൾ TV ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പം വളരെ പെട്ടെന്ന് തന്നെ കുറയുകയാണ് ചെയ്തത്. നിലവിൽ ആപ്പിളിൻ്റെ ലൈനപ്പിൽ 2 ആപ്പിൾ TV മോഡൽസാണ് അവൈലബിൾ. മോഡൽസ് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് സ്റ്റോറേജിൻ്റെ കാര്യത്തിലും പിന്നെ ഹാർഡ്വെയറിൽ വന്നിരുന്ന ഒരൊറ്റ ചേഞ്ചിൻ്റെ കാര്യത്തിലാണ് ഈ 2 മോഡൽസും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. ഒന്ന് 64 GB വേർഷൻ, മറ്റൊന്ന് 128 GB വേർഷൻസ്. അതിൽ ഈ പറഞ്ഞ 128 GB ഇത് നമുക്കറിയാം, ഇവിടെ കാണുന്ന പോലെ ആപ്പിൾ TVയുടെ 128 GB മോഡലാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത അല്ലെങ്കിൽ ഇതിന് വരുന്ന ഒരു അഡീഷൻ എന്ന് പറയുന്നത് നമുക്ക് ഇതിനകത്ത് ഇഥർനെറ്റ് പോർട്ട് അവൈലബിൾ ആണ്. അതായത് നമുക്ക് DSL കേബിൾ ഉപയോഗിച്ചുകൊണ്ട് ഇൻ്റർനെറ്റ് ലാൻ കേബിൾ ഉപയോഗിച്ച് ഡയറക്റ്റ് ഇതിൽ കണക്ട് ചെയ്യാൻ സാധിക്കും. എന്നാൽ ഇതിൻ്റെ തന്നെ 64 GB വേർഷനകത്ത് നമുക്ക് ഈ പറഞ്ഞ ഇഥർനെറ്റ് പോർട്ട് കാണത്തില്ലായിരിക്കും. അപ്പോൾ ഈ ഒരു ഒറ്റ കാര്യം കൊണ്ട്, അതായത് ഈ വിലയിൽ വന്ന ഈ ഒരൊറ്റ വ്യത്യാസം കൊണ്ട് ധാരാളം ആളുകൾ, ഞാൻ ഈ ഒരു ആപ്പിൾ TV വാങ്ങിയത് നമ്മുടെ iPlanet നിന്നാണ്. അതോടൊപ്പം തന്നെ ഈ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ആപ്പിൾ TVയിൽ നമുക്ക് ഇപ്പം നിലവിൽ iPhone 13ലും 14ലും സെയിം ചിപ്പ് തന്നെയാണുള്ളത്. A15 ബയോണിക് എന്ന് പറയുന്നത് അതേ സെയിം ചിപ്സെറ്റ് തന്നെയാണ് നമ്മളുടെ ഈ ഒരു ആപ്പിൾ TVയിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് അൺബോക്സ് ചെയ്യുന്ന സമയത്ത് സംസാരിക്കാം. അപ്പോൾ ഞാൻ പീൽ ചെയ്യാൻ പോവാണ്. പീലിങ്ങിൻ്റെ ആ ഒരു ശബ്ദം നിങ്ങൾക്ക് കേൾക്കണമെന്നുണ്ടെങ്കിൽ വോളിയം ഒന്ന് കൂട്ടി വെക്കുക. ബോക്സിൻ്റെ ഫ്രണ്ടിൽ നമുക്ക് ആപ്പിൾ TVയുടെയും റിമോട്ടിൻ്റെ ഇമേജ് കൊടുത്തിട്ടുണ്ട്. സൈഡിൽ ആപ്പിൾ TV 4K Wi-Fi പ്ലസ് എത്തർനെറ്റ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സൈഡിൽ ബാക്കിയുള്ള ഡീറ്റെയിൽസ്, അതിൻ്റെ ബാക്കിൽ നമുക്ക് ഇതിൻ്റെ അത്യാവശ്യം കുറച്ച് ഫീച്ചേഴ്സാണ് ലിസ്റ്റ് ചെയ്തേക്കുന്നത്. സിനിമ ക്വാളിറ്റി, 4K, ഡോൾബി വിഷൻ, ഡോൾബി അറ്റ്മോസ്, ആപ്പിളിൻ്റെ ആക്സസറീസ് ആയിട്ടുള്ള എയർപോഡ്സിലും ഹോം പോഡിലും ഒക്കെ നമുക്ക് കണക്ട് ചെയ്യാം. ഈവൻ ഐഫോണിലും കണക്ട് ചെയ്യാം, നമുക്ക് യൂസ് ചെയ്യാം. ആപ്പിളിൻ്റെ ഹോം കിറ്റ് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ കാര്യങ്ങളൊക്കെ ഒന്ന് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ നമുക്കിനി ഇത് ഓപ്പൺ ചെയ്ത് കളഞ്ഞേക്കാം. അപ്പോൾ ഇതാണ് നമ്മളുടെ ആപ്പിൾ TV. അപ്പോൾ വന്നപ്പോൾ തന്നെ ഇതിനകത്തൊരു പൊടിയുണ്ട്, എന്തായാലും ഞാൻ മാറ്റി കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളുടെ ആപ്പിൾ TV എടുത്ത് മാറ്റാം. ബോക്സിനകത്ത് ആസ് യൂഷ്വൽ കാര്യങ്ങളായിരിക്കും കാണാൻ പോകുന്നത്. ഒന്ന് നമ്മളുടെ ഈ ഒരു റിമോട്ട്, ആപ്പിൾ TVയുടെ റിമോട്ടാണിത്. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്യുന്ന ഒരു സ്റ്റൈലുണ്ട്. ജസ്റ്റ് ഇത് കീറാൻ നമുക്ക് എടുക്കാം. ജസ്റ്റ് സ്ലൈഡ് ചെയ്ത് കൊടുത്താൽ മതി. സ്ലൈഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ റിമോട്ട് ആക്സസിബിൾ ആണ്. ഇതിൽ ഈ റിമോട്ടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഈ കൺട്രോൾസും കാര്യങ്ങളൊക്കെ ഈ ഒരു മോഡലിൻ്റെ മുന്നേ ഉണ്ടായിരുന്ന മോഡൽസിൽ ഉണ്ടായിരുന്ന കൺട്രോൾസും കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ സിറിയുടെ ഒരു ഡെഡിക്കേറ്റഡ് ബട്ടൺ തന്നെ നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. അതിനേക്കാൾ ഉപരി നമുക്കിതിൽ ലൈറ്റ്നിങ് പോർട്ടിന് പകരം ആപ്പിൾ ഇപ്പം Type-C പോർട്ടാണ് കൊണ്ടുവരുന്നത്. ഇങ്ങനെ ഒരു അഡാപ്റ്റേഷൻ കൊണ്ടുവന്നതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ബോക്സിൽ നേരത്തെ നമുക്ക് ചാർജിങ് കേബിൾ, ഈ ഒരു റിമോട്ട് ചാർജ് ചെയ്യാനുള്ള കേബിൾ കിട്ടുമായിരുന്നു. പക്ഷേ ഇപ്പം ചാർജിങ് കേബിൾ അവൈലബിൾ അല്ല. അതിന് പകരം നമുക്ക് ഇതിനകത്തുള്ളത് നമ്മളുടെ നോർമലി ഈ ഒരു ആപ്പിൾ TV പവർ ചെയ്യാനുള്ള നമ്മളുടെ കേബിളാണുള്ളത്. അതോടൊപ്പം തന്നെ എല്ലാവരും ശ്രദ്ധിക്കുക, ഇതിനകത്ത് HDMI കേബിൾ ഇല്ല. അതുകൊണ്ട് പലപ്പോഴും ആൾക്കാർക്ക് ഉണ്ടാകുന്ന മിസ്റ്റേക്കാണ് HDMI കേബിൾ കാണും എന്ന് വിചാരിച്ചുകൊണ്ട് ഇത് വാങ്ങും, പക്ഷേ കേബിൾ ഇല്ലായിരിക്കും. പിന്നെ ഉള്ളത് ഇതിൻ്റെ യൂസർ മാനുവലും കാര്യങ്ങളൊക്കെയാണ്. ആപ്പിൾ സ്റ്റിക്കേഴ്സും കാര്യങ്ങളൊന്നും ഇതിൻ്റെ കൂടെ അവൈലബിൾ അല്ല. ഇനി ആപ്പിൾ TVനെ പറ്റി കൂടുതൽ നമ്മൾ കാണാൻ പോകുന്നതിന് മുന്നേ ഒരു കാര്യം കൂടെ കാണിച്ചു തരാം. എൻ്റെ കയ്യിൽ ഈ ഒരു ആപ്പിൾ TVക്ക് മുന്നേ ഉണ്ടായിരുന്ന ആപ്പിൾ TV സെക്കൻഡ് ജനറേഷനാണ്. അതിൻ്റെ കോല നിങ്ങൾ കണ്ട് പേടിക്കൊന്നും വേണ്ട, ജസ്റ്റ് കുറച്ച് സ്ക്രാച്ചസ് മേലുണ്ടെന്നേ ഉള്ളൂ. കാരണം ഇതിലൊരു മാറ്റ് ഫിനിഷ് പോലെ ഉണ്ടായിരുന്നു, അത് സ്ക്രാച്ച് ആയതാണ്. ഇതിപ്പോഴും വർക്കിംഗ് ആണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഒരു സ്റ്റോറി ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതിപ്പോഴും വർക്കിംഗ് ആണ്. ഇതിൻ്റെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ഒക്കെ ചെയ്ത് യൂസ് ചെയ്തതാണ്. ഇതിൻ്റെ ഒരു ഡൗൺ സൈഡ് എന്ന് പറയുന്നത് നമുക്ക് ഇതിനകത്ത് നമ്മുടെ ലേറ്റസ്റ്റ് ജനറേഷൻ എയർപോഡ്സ്, നമ്മളുടെ ഹോം പോഡ്, അതൊന്നും നമുക്ക് കണക്ടിവിറ്റി ഇല്ല. അപ്പം അതൊരു ഡൗൺ സൈഡാണ്. ബാക്കി എല്ലാ കാര്യങ്ങളും അത്യാവശ്യം നമുക്ക് കാണാം, കേൾക്കാം, അത്രയൊക്കെ ഉള്ളൂ. പക്ഷേ അതൊരു ഡൗൺ സൈഡാണ്. കാരണം ഇത് 2010 ഇറങ്ങിയ സെക്കൻഡ് ജനറേഷൻ ആപ്പിൾ TV ആണ്. അപ്പോൾ അതും ഇതുമായിട്ടുള്ള ഒരു സൈസ് ഡിഫറൻസ് നിങ്ങൾക്ക് കാണാൻ മനസ്സിലാവും എത്രത്തോളം നമ്മൾ വ്യത്യാസം ഇതിനകത്തുണ്ടെന്ന്. കുറച്ചും കൂടെ കോമ്പാക്റ്റായി നമ്മളുടെ ഈ ഒരു പുതിയ ജനറേഷൻ ആപ്പിൾ TV എന്ന് പറയുന്നത്. പിന്നെ മേളിൽ വെച്ചാൽ ഇപ്പോഴും താഴെ നമുക്ക് ആപ്പിൾ TV സെക്കൻഡ് ജനറേഷനെ അത്യാവശ്യം കാണാൻ സാധിക്കും. ഇനി ബാക്ക് സൈഡിൽ നോക്കുമ്പോൾ നമുക്കിവിടെ കാണാം ആപ്പിളിൻ്റെ ലോഗോ ഉണ്ട് നമ്മളുടെ സെക്കൻഡ് ജനറേഷൻ. അതോടൊപ്പം തന്നെ ഇതിന് മുന്നേ വരെ ഉണ്ടായിരുന്ന ആപ്പിൾ TVയിലെല്ലാം നമുക്ക് ഇതിൻ്റെ ലോഗോ ഉണ്ടായിരുന്നു. പക്ഷേ പുതിയ ആപ്പിൾ TVയിൽ നമുക്ക് താഴെ ലോഗോ ഇല്ല, മേളിൽ ആപ്പിൾ എന്ന് മാത്രമേ ഉള്ളൂ, ആപ്പിൾ TV എന്നില്ല. അപ്പോൾ അങ്ങനെ കുറച്ച് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് പീൽ ചെയ്യാം. ഇത് പീൽ ചെയ്താലും നമുക്ക് ഇതിനകത്ത് ലോഗോ കാണാൻ സാധിക്കത്തില്ല. പോർട്ട് വൈസ് നോക്കുമ്പോൾ നിങ്ങൾക്കിവിടെ കാണാം പുതിയ ആപ്പിൾ TVയും പഴയ ആപ്പിൾ TVയും തമ്മിൽ പോർട്ടുകളൊക്കെ ഒരൊറ്റ പോർട്ടിൻ്റെ കുറവേ ഉള്ളൂ. അതായത് നമുക്ക് ഒപ്റ്റിക്കൽ പോർട്ട്, ഇതിനകത്ത് പഴയ ആപ്പിൾ TVയിൽ ഒപ്റ്റിക്കൽ പോർട്ട് ഉണ്ടായിരുന്നു. അതോടൊപ്പം USB, നമ്മളുടെ പഴയ USB ഉണ്ടല്ലോ, പഴയ ആൻഡ്രോയിഡ് ഫോണിലൊക്കെ വന്നുകൊണ്ടിരുന്ന ആ ഒരു USB ആണ് ഈ കാണുന്നത്. ആ 2 കാര്യങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ നമുക്കിപ്പോൾ ഉള്ളത് നമ്മളുടെ പവറും എത്തർനെറ്റും HDMI. അതോടൊപ്പം തന്നെ റിമോട്ടിൻ്റെ കാര്യം പറയുമ്പം ഇത് സെക്കൻഡ് ജനറേഷൻ്റെ റിമോട്ടാണ്.
ഇത്രേ ഉള്ളൂ റിമോട്ട്. അതിൻ്റെ ഡിസൈനും കളർ തീമും ഏകദേശം സിമിലറാണ്. ഇത് ഇച്ചിരി കൂടെ സ്ലീക്കാണ്, ഒന്നുമില്ല, ഒട്ടും വെയിറ്റ് ഇല്ല. ഇതെന്ന് പറയുന്നത് കുറച്ചും കൂടെ ഒരു ബോക്സി ഡിസൈനൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. സൈഡിൽ ഡെഡിക്കേറ്റഡ് സിറി ബട്ടണൊക്കെ കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമുക്കിവിടെ ഇൻഫ്രാറെഡ് കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് തന്നെ അതിനൊരു പ്ലാസ്റ്റിക് കവറിംഗ് ആണ് അവിടെ കൊടുത്തേക്കുന്നത്. പിന്നെ ഇതിന് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള വോളിയം റോക്കർ, അതോടൊപ്പം തന്നെ ബാക്ക് ബട്ടൺ, പ്ലേ, പോസ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പവർ ബട്ടണും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള പവർ ബട്ടണും കൊടുത്തിട്ടുണ്ട്. പവർ ബട്ടണോടൊപ്പം തന്നെ നമുക്ക് മൈക്രോഫോണും അവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് എന്നെ ഏറ്റവും ആകർഷിച്ച ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് ചിപ്സെറ്റാണ്. കാരണം ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമുക്ക് ഈ A15 ബയോണിക് ഇപ്പം നിലവിലത്തെ iPhone 14ലും iPhone 13ലും ഉള്ള സെയിം പ്രോസസ്സർ വിത്ത് 4GB റാമാണ് ഇതിൽ കൊടുത്തേക്കുന്നത്. A15 ബയോണിക് അതാണ് ഇതിനെ പവർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പവറിൻ്റെ കാര്യത്തിലും എഫിഷ്യൻസിയുടെ കാര്യത്തിലും ഞാൻ കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ല. ഐപാഡിലും മാക്കിലും ഒക്കെ കളിക്കുന്ന പോലത്തെ അത്യാവശ്യം ഗെയിംസ് എല്ലാം തന്നെ ഇതിൽ റൺ ചെയ്യും. അതോടൊപ്പം തന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോംസ് എല്ലാം തന്നെ അവൈലബിൾ ആണ്. ഇനിയിപ്പം ഗെയിം കളിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ജോയ്സ്റ്റിക്കിന് പകരം നിങ്ങൾക്ക് ഇതിനെ തന്നെ നമ്മളുടെ ഈ ഒരു റിമോട്ട് ആക്ച്വലി ഒരു ജോയ്സ്റ്റിക് ആയിട്ട് മാറും. ഇതിൽ തന്നെ നമുക്ക് ഗെയിംസ് എല്ലാം കൺട്രോൾ ചെയ്യാനും യൂസ് ചെയ്യാനും സാധിക്കും. അപ്പോൾ നമ്മുടെ ഡിവൈസ് ഓൺ ആയിട്ടുണ്ട്. ലാംഗ്വേജ് സെലക്ട് ചെയ്യാം, റീജിയൻ സെലക്ട് ചെയ്യുക, ഇന്ത്യയാണ്. യൂഷ്വലി നമ്മൾ കണ്ടുവരുന്ന ഐഫോണിലും മാക്കിലും ഒക്കെ കണ്ടുവരുന്ന സെയിം സെറ്റപ്പ് രീതികളൊക്കെയാണ്. ഡാറ്റ ആൻഡ് പ്രൈവസി കണ്ടിന്യൂ കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഡിവൈസ് സെറ്റപ്പ് ചെയ്യാനുള്ള പ്രോംപ്റ്റ് വന്നിട്ടുണ്ട്. സെറ്റപ്പ് മാനുവലി ഞാൻ കൊടുക്കുന്നു. സിറി യൂസ് ചെയ്യണം. അപ്പോൾ നമുക്ക് നോട്ട് നൗ കൊടുക്കുക. നമ്മുടെ വൈഫൈ ഇവിടെ കണക്ട് ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട്. ഇവിടെ വൈഫൈ കണക്ട് ചെയ്യാം. ഇനി നമ്മുടെ ആപ്പിൾ ID എൻ്റർ ചെയ്യാനാണ്. അപ്പോൾ ആപ്പിൾ ID റിമോട്ട് വെച്ച് എൻ്റർ ചെയ്യുക എന്ന് വെച്ചാൽ ഇച്ചിരി സാഹസമുള്ള കാര്യമാണ്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് നമ്മുടെ ഐഫോൺ തന്നെ ഉപയോഗിക്കാൻ പറ്റും. ഐഫോണിൽ നമ്മൾ കൺട്രോൾ സെൻറ്ററിൽ പോവുക. അവിടെ നമുക്ക് റിമോട്ട് കാണാൻ സാധിക്കും. ഇനിയിപ്പോൾ കൺട്രോൾ സെൻറ്ററിൽ റിമോട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ സെറ്റിങ്സിൽ പോവുക. നമ്മുടെ കൺട്രോൾ സെൻറ്ററിൻ്റെ ഓപ്ഷൻ ഇവിടെയുണ്ട്, അതിലേക്ക് പോവുക. അതിൽ നമ്മൾ റിമോട്ട് ഇവിടുന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ആപ്പിൾ TV റിമോട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയുമ്പോൾ നമുക്കിവിടെ റിമോട്ട് ലഭിക്കും. ലഭിച്ച് കഴിയുമ്പോൾ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഏറ്റവും മുകളിൽ ചോസ് TV എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അതിൽ ആപ്പിൾ TV സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇവിടെ ഒരു പാസ്കോഡ് വരും. ആ ഒരു കോഡ് നമ്മൾ ഇവിടെ എൻ്റർ ചെയ്ത് കൃത്യമായിട്ട് കൊടുക്കുക. കൊടുത്ത് കഴിയുമ്പോൾ നമുക്ക് ഇവിടെ കണക്റ്റ് ആവും. ആപ്പിൾ TV റിമോട്ട് ഇതിൽ കണക്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നിസ്സാരമായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കാൻ പറ്റും. പിന്നെ ഈ ആപ്പിൾ TV എവിടെയാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്, പ്ലേസ് ചെയ്യുന്നത് എന്നുള്ളതാണ് പിന്നെയുള്ള ചോദ്യം. ഇതാണ് ഇതിലെ സ്ക്രീൻ സേവർ പോലത്തെ സാധനമാണ്. നമുക്കിതിങ്ങനെ നമ്മളുടെ ആപ്പിൾ TV നമ്മൾ യൂസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ വേൾഡിലെ പല കാര്യങ്ങളുടെ ഇങ്ങനെ കാഴ്ചകൾ നമുക്ക് ഇങ്ങനെ കാണാം. അപ്പോൾ അതിന് ഏകദേശം 800 MB ആണ് അതിൻ്റെ ഫയൽ സൈസ് വരുന്നത്. അതുപോലെ തന്നെ അനാലിറ്റിക്സ് നമുക്ക് ഡോൺ സെൻഡ് കൊടുക്കാം. അതുപോലെ തന്നെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആണ്, എഗ്രി ചെയ്യുന്നു. ടേംസ് ആൻഡ് കണ്ടീഷൻസ് എഗ്രി ചെയ്യുന്നു. ഇതാണ് നമ്മളുടെ ആപ്പിൾ TV. നമ്മുടെ ആപ്പിൾ TV പോപ്പപ്പ് ആയിട്ടുണ്ട്. ഇതാണ് നമ്മളുടെ ആപ്പിൾ TV. ഇതിൽ നമുക്ക് ആപ്സ് ഒന്നും ഇപ്പോൾ ഇല്ല, കാരണം നമുക്ക് ആപ്സ് എല്ലാം നമ്മൾ ഡൗൺലോഡ് ചെയ്യണം, ഇൻസ്റ്റാൾ ചെയ്യണം, അങ്ങനെയുള്ളൂ വരത്തുള്ളൂ. ഇപ്പോൾ നമുക്ക് നമ്മളുടെ ആപ്പിൾ TV ആപ്പ് നമുക്ക് ഓപ്പൺ ചെയ്യാം. അതിൽ പോയി കണ്ടിന്യൂ കൊടുക്കുക. ഇതിൽ നമുക്ക് എല്ലാ ആപ്ലിക്കേഷൻസും അവൈലബിൾ ആണ്, ഡൗൺലോഡ് ചെയ്യാനും യൂസ് ചെയ്യാനും. അപ്പോൾ ഇഷ്ടമുള്ള നിങ്ങൾ ഉപയോഗിക്കുന്ന ഏതൊക്കെയാണോ അതെല്ലാം നിങ്ങൾക്ക് ഇവിടുന്ന് സെർച്ച് ചെയ്ത് ഗെയിംസ് ആയാലും ഇനിയിപ്പം സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോം ആയാലും നമുക്ക് ഇവിടെ നെറ്റ്ഫ്ലിക്സ് ഉണ്ട്, നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. ജസ്റ്റ് വളരെ സിമ്പിളാണ്. അതിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡൗൺലോഡ് ആകും നെറ്റ്ഫ്ലിക്സ് ഒക്കെ. ഇതിൻ്റെ ഏറ്റവും മുകളിൽ ആപ്പ് സ്റ്റോറിൽ തന്നെ നമുക്ക് ആപ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, ഗെയിംസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, ആർക്കേഡ് ഉണ്ട്. ഇതെല്ലാം നമുക്ക് അവൈലബിൾ ആണ്. അപ്പം ഇഷ്ടമുള്ളത് പോയി നിങ്ങൾക്ക് സ്പെസിഫിക് ആയിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ അതെല്ലാം നിങ്ങൾക്ക് ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്യാം. അതുപോലെ തന്നെ റിയൽ റേസ് അതൊക്കെ ഞാൻ ജസ്റ്റ് ഡൗൺലോഡ് ചെയ്ത് വെക്കാം. അതിന് ശേഷം അത് മറ്റൊരു ഡീറ്റെയിൽഡ് വീഡിയോ ആയിട്ട് നമുക്ക് ചെയ്യാം. അതുവരെ നിങ്ങളൊന്ന് ക്ഷമിക്കുക. അപ്പോൾ അതിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ നമുക്ക് കൊടുത്തിട്ടുണ്ട്. ഏകദേശം 600 MB ഒക്കെയാണ് കാണിക്കുന്നത്. അത്രയൊക്കെ സൈസ് വരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഇതും ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ സെറ്റിങ്സ്. ജനറൽസിനകത്ത് അതേപോലെ തന്നെ നമ്മളുടെ റിമോട്ട് ആൻഡ് ഡിവൈസിനകത്ത് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ എയർപോർട്സ് ഒക്കെ നമുക്ക് ഇവിടുന്ന് കണക്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എയർപോർട്സ് നമുക്ക് കണക്ട് ചെയ്തുകൊണ്ട് കാര്യങ്ങൾ അവിടെ കണക്റ്റ് ആയി എന്ന് പറഞ്ഞ് പ്രോംപ്റ്റൊക്കെ വന്നു. അപ്പോൾ നമുക്ക് എയർപോർട്സ് ആക്ച്വലി കണക്ട് ചെയ്തുകൊണ്ട് പെയർ ചെയ്തുകൊണ്ട് നമുക്കിനി മൂവീസ് കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ മറ്റുള്ള ആരെയും ഡിസ്റ്റർബ് ചെയ്യാതെ തന്നെ നമുക്കിത് കാണാൻ സാധിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളുടെ ഈ ഒരു ആപ്പിൾ TV 4K വരുന്നത്.